പാഠം 352. ഒരു യഥാർത്ഥ ഭർത്താവിന്റെ കടമ. ഹലോ, ആ വിദ്യാലക്ഷ്മി, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഇന്നലത്തെ ആ ചെക്ക് കേസില്ലേ, അതിൽ വലിയൊരു അബദ്ധം പറ്റി. ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സുദർശൻ രാമനെ കാണാനില്ല. 2000 രൂപ ഫീസ് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. 10 പൈസ പോലും തന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിദ്യ, ഞാനോട്ട് വിളിക്കാട്ടോ. ചിരിക്കാൻ കേസ് വാദിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ കക്ഷി വക്കീലിനെ പറ്റിച്ച് മുങ്ങി. കൊള്ളാം. ഇത്തരം കക്ഷികൾ ഒരുപാടുണ്ടോ നിനക്ക്? ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ? ജാമ്യം കിട്ടി പുറത്തു വന്ന് അവിടെയല്ല ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. മൊബൈലിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫും. അവന്റെ അഡ്രസ് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ ഞാൻ അവന്റെ വീട്ടിലൊന്ന് കയറി. വീട് പൂട്ടിട്ടിരിക്കുക. അവൻ ഇന്ത്യ വിട്ടു പോയി കാണും. നിന്റെ കക്ഷി. ഇനി നീ അവനെ കാണണമെങ്കിൽ പാഴൂർ മനയിൽ പോയി പ്രശ്നം വെച്ച് നോക്കണം. ഭാമേ, ജോലി ചെയ്താൽ കൂലി വാങ്ങാൻ പഠിക്കണം. നീ എന്നെ നോക്ക്. ഞാൻ ചെയ്യുന്ന ജോലിയുടെ കൂലി ഞാൻ കൃത്യമായി എണ്ണി വാങ്ങാറുണ്ട്. അതുകൊണ്ട് നീ 3 നേരം വല്ലതും കഴിച്ചങ്ങ് ജീവിക്കുന്നു. ഹാ ഹാ ഹാ. ഇപ്പൊ പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മോഹനേട്ടൻ ജോലി ചെയ്താൽ അതിന്റെ ശമ്പളം കൃത്യമായി വാങ്ങാൻ അറിയാമെന്ന്. എന്തുകൊണ്ടാ? മോഹനേട്ടന് ശമ്പളം തരുന്നത് സർക്കാരാണ്. എനിക്ക് ശമ്പളം തരുന്നത് സർക്കാർ അല്ല. ആര് ശമ്പളം തരുന്നു എന്നുള്ളതല്ല പ്രശ്നം. ജോലി ചെയ്താൽ കൂലി വാങ്ങാനുള്ള സാമർഥ്യം നിനക്കുണ്ടോ എന്നുള്ളതാണ്. ആ സാമർഥ്യം നിനക്കില്ല എന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. അയാൾ ഇങ്ങനെ പറ്റിച്ചിട്ട് പോകുന്നു ഞാൻ കരുതിയോ? കരുതണമായിരുന്നു. ആർക്കോ കൊടുക്കാനുള്ള കാശിനുള്ള ചെക്ക് കൊടുത്തിട്ട് ആ ചെക്ക് പണമില്ലാതെ മടങ്ങിയതിന്റെ പേരിലാണല്ലോ ഈ കേസ്. അതായത് ആളുകൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഈ സുദർശൻ രാമന്റെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഒരാളെ ജാമ്യത്തിലിറക്കാൻ പോയ നിന്നെയും അവൻ പറ്റിച്ചു. അവന് ജാമ്യം കൊടുത്ത മജിസ്ട്രേറ്റിനെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ഭാമേ, നിനക്കൊരു ധാരണയുണ്ട്, നീ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന്. എന്തുകൊണ്ടാണ്? ഇടയ്ക്കെപ്പോഴോ നീ ഏതൊക്കെ ഒരു കേസ് ജയിച്ചു. അത് നിന്റെ മിടുക്കൊണ്ട് തന്നെ ആകണമെന്നില്ല. ചിലപ്പോ എതിർഭാഗം വക്കീൽ നിന്നേക്കാളും മോശമായിരിക്കും. അങ്ങനെ 3-4 കേസ് ജയിച്ചപ്പോ എല്ലാം തികഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ടായി. പക്ഷെ ഒന്നും തികഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലായല്ലോ. വലിയ ബുദ്ധിയുള്ള വക്കീലാണെന്നുള്ള പേര് കൊണ്ട് ഒരു കാര്യവുമില്ല. കാശിന് കാശ് വേണം. ഹിരണ്യമേവാർജയെ നിഷ്ഫല കല എന്ന് പാലാ നാരായണ നായർ എഴുതിയിട്ടുണ്ട്. സ്വർണം ആർജിക്കാനായില്ലെങ്കിൽ കല കൊണ്ട് കാര്യമില്ല എന്ന്. അതുപോലെ ഫീസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കേസ് വെച്ചിട്ട് എന്താ കാര്യം? ഇതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കുന്നതാണോ മോഹനേട്ടൻ കരുതി? എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കണ്ടുപിടിക്കും. അടുത്ത അവധിക്ക് ഞാൻ ഹാജരാകണമെങ്കിൽ എന്റെ ഇന്നലത്തെ കാശും അടുത്ത തവണത്തെ കാശും കൂടി അവിടെ കൊണ്ടുവന്ന് തരണം. അവൻ വേറെ നല്ല വക്കീലിനെ വെച്ചാൽ? എനിക്ക് വക്കാലത്ത് നിന്നിട്ട് എന്നോട് പറയാതെ വേറെ വക്കീലിനെ വെക്കാനോ? എന്നാ പിന്നെ അതൊന്ന് കാണുമല്ലോ. അവൻ കൊടുക്കാനുള്ള കാശ് കൊടുത്ത് കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കിയാലോ? കേസ് ഒത്തുതീർപ്പാക്കിയാലോ അത് കോടതി അറിയിക്കണം. അതിന് ഞാൻ തന്നെ വേണ്ടി വരും. കോടതി അറിയിക്കാതിരുന്നാൽ കേസിന്റെ അവധിക്ക് സുദർശൻ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ടാവും. സുദർശൻ രാമൻ അകത്തു പോകും. ഉത്തമൻ, നിന്റെ വീരപരാക്രമ കഥകൾ ഉത്തമൻ കൂടി അറിയട്ടെ. നമസ്കാരം സാർ. ആ ശശിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തരാമെന്ന് സാർ പറഞ്ഞിരുന്നു. ഇന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തരും. കാരണം ചെയ്യുന്ന ജോലിയിൽ എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. അല്ലാതെ
ജോലി ചെയ്യാൻ മറക്കുക, ജോലി ചെയ്തിട്ട് അതിന്റെ കാശ് വാങ്ങാൻ മറക്കുക തുടങ്ങിയ പരിപാടികൾ എനിക്കില്ല. കരുതലാണ് സാറിനെ പോലെ തന്നെയാണ്. ആണോ? ഒരു ജോലി ഏറ്റാൽ അത് വളരെ കൃത്യമായി ചെയ്തിരിക്കും. അതുപോലെ ജോലി തീർത്തു കഴിഞ്ഞാൽ അതിന്റെ കാശ് ഒരു ദാക്ഷിണ്യമില്ലാതെ എണ്ണി വാങ്ങുകയും ചെയ്യും. എല്ലാവർക്കും ആ കഴിവുണ്ടാകണം എന്നില്ലല്ലോ ഉത്തമ. ചിലർ സംസാരത്തിൽ വലിയ പറഞ്ഞൊക്കെ നിൽക്കുമായിരിക്കും കുറെ നേരം, വലിയ പുലിയായിരിക്കും, പക്ഷെ സംസാരത്തിലേ ഉള്ളൂ. വലിയ ബുദ്ധിശാലിയാണെന്ന് വിചാരിക്കുന്ന പലരും വെറും മണ്ടികളാണെന്ന് ഉത്തമൻ അറിയാമോ? ഈ വെറും വണ്ടികൾ എന്ന് സാർ ഉദ്ദേശിച്ചത് വക്കീലിനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ വക്കീൽ അത്ര മോശമൊന്നുമല്ലല്ലോ സാറേ. മോശമല്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ലല്ലോ. ഇന്നലെ ഭാമ ഒരു കേസ് വാദിച്ചു. ഒരു ചെക്ക് കേസിന്റെ ജാമ്യാപേക്ഷയായിരുന്നു. ജാമ്യക്കാരുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ ഒരു പാടുമില്ലാത്തൊരു കേസ്. ജാമ്യം കിട്ടി കേട്ടോ. പക്ഷേ കക്ഷി വക്കീലറെ സ്ഥലം വിട്ടു കളഞ്ഞു. 10 പൈസ ഫീസ് കിട്ടിയില്ല. ഫീസ് പ്രതീക്ഷിച്ചിരുന്ന വക്കീല് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചിങ്ങ് പോന്നു. അല്ല വക്കീല് അന്വേഷിച്ചില്ലേ ആളെ? അന്വേഷിച്ചു ഉത്തമ. കോടതിയുടെ ഭാഗത്ത് ഞാൻ കണ്ടില്ല. ഫോൺ ഓഫ് ചെയ്തും കളഞ്ഞു. അല്ല അഡ്രസ് ഉണ്ടാവൂല്ലോ വക്കീലിന്റെ കയ്യില്. ഇവിടെ പുതിയ താമസക്കാരനാ. ആ മൃഗാശുപത്രിയുടെ അടുത്താ താമസിക്കുന്നത്. ഞാൻ വൈകിട്ട് വരുമ്പോ വീട്ടിൽ കയറി നോക്കി, വീട് പൂട്ടിയിരിക്കുക. ഉത്തമൻ അറിയാമോ കക്ഷിയെ? സുദർശൻ രാമൻ എന്നാണ് പേര്. മനസ്സിലായി. അപ്പൊ കഴിഞ്ഞ മാസം വന്ന് ആ വീട് സ്ഥലവും വാങ്ങിച്ചത്. ഒരു സ്കൂട്ടർ മെക്കാനിക്കാണെന്നാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞതേ. 1-2 വട്ടം കണ്ടതല്ലാതെ എനിക്ക് ആളിനെ അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ല. പരിചയം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇനി കാശ് ചോദിച്ചു ചെല്ലുമ്പോ അവൻ കൈമലർത്തിയാലോ? ഇതാണ് ഉത്തമ ഞാൻ പറയുന്നത്. ജോലി ചെയ്താൽ മാത്രം പോരാ, അതിന്റെ കൂലി വാങ്ങാനും നമ്മൾ പഠിക്കണമെന്ന്. ഇതൊക്കെ ശരിക്കും ലോ കോളേജിൽ പഠിപ്പിക്കേണ്ടതായിരുന്നു. കഷ്ടം. ആര് പഠിപ്പിക്കാൻ, ആര് പഠിക്കാൻ. ഇന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോ ഒന്നും കൂടി അവിടെ ഞാൻ കയറി നോക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കേസ് തീർന്നിട്ടില്ലല്ലോ, ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. അടുത്ത അവധിക്ക് കോടതിയിലേക്ക് വരുമല്ലോ. അന്ന് സുദർശൻ രാമൻ വിവരം അറിയും. മോഹനട്ടാ, ഉത്തമന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിയിട്ട് പോന്നപ്പോൾ വലിയ മിടുക്കനായി എന്നാണോ മോഹനട്ടൻ കരുതിയിരിക്കുന്നത്? സത്യത്തിൽ മോഹനേട്ടന് പിടിപ്പുകേടാണ് ഉത്തമനോട് വിളിച്ചു പറഞ്ഞത്. എന്റെ പിടിപ്പുകേടോ? അതെ. കഴിഞ്ഞ മാസം വിദ്യാലക്ഷ്മി ഒരു കേസ് ഇതുപോലെ വാദിച്ചു കഴിഞ്ഞപ്പോ കക്ഷി കൈമലർത്തി. കയ്യിൽ ഒരൊറ്റ കാശില്ല എന്ന് കേസ് വിധിയാവുകയും ചെയ്തു. പക്ഷേ വിദ്യാലക്ഷ്മി വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞ മാത്രയിൽ സതീഷ് സാറ് നേരെ കക്ഷിയുടെ വീട്ടിലേക്ക് ചെന്നു. അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കാശെടുക്കടാ എന്ന് പറഞ്ഞതും കക്ഷി കാശെടുത്ത് കൊടുത്തു. ആണുങ്ങൾ അങ്ങനെയാണ്. ഭാര്യയ്ക്കൊരാവശ്യം വരുമ്പോ മുന്നിട്ടിറങ്ങും. ഭാര്യയെ പറ്റിച്ചവനെ കണ്ടുപിടിച്ച് 2 എണ്ണം കൊടുക്കും. പക്ഷേ ആണുങ്ങളായിരിക്കണം. വെറുതെ വർത്താനം പറഞ്ഞ് തെക്ക് വടക്ക് നടക്കുന്നതാണ് ആണത്തമെന്ന് കരുതുന്നവരോട് നമ്മൾ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം? സതീശ സാറിനെ പോലൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു യോഗം വേണം. ഞാൻ ഇറങ്ങുന്നു. സ്വയംപ്രഭേ, ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞാ മോഹനേഷ് സാറിനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കുന്നത്? നല്ല കഥയായി. ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ മോഹനേഷ് സാറ് സമ്മതിച്ചത് തന്നെ. അതുപോട്ടെ, എന്താ കാഞ്ഞന സാറിന്റെ പ്രശ്നം? പ്രഹ്ലാദൻ ചേട്ടൻ്റെ അച്ഛനും അമ്മയും നാളെ വരിക. അവർക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയി വരാനുള്ള സമയം കിട്ടില്ല, രാത്രിയാവും. ഇങ്ങനെ ഒരു ആവശ്യമാണെങ്കിൽ മോഹനേഷ് സാറ് പറയാൻ പോണ എന്താണെന്നറിയോ? 1, സാധനങ്ങൾ വൈകിട്ട് 5 മണിക്ക് ശേഷം വാങ്ങിയാൽ പോരെ. 2, അച്ഛനും അമ്മയും വരുന്നതിന് എന്ത് സാധനങ്ങളാണ് വാങ്ങേണ്ടതെന്ന്. 3, അച്ഛനും അമ്മയും വരേണ്ട കാര്യം എന്താ? നമസ്കാരം സാർ. നമസ്കാരം. എന്താ?
ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയാ. ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സർ. അതിന്റെ പകർപ്പ്? അതുമുണ്ട്. കരം അടച്ചതിന്റെ രസീത്? ഉണ്ട് സർ. എങ്കിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. മോഹനേഷ് സാർ വരുമ്പോൾ അപേക്ഷ ഞങ്ങൾ കൊടുത്തേക്കാം. സാറോ ഞാനോ വന്ന് സ്ഥലം പരിശോധിച്ചിട്ടേ സർട്ടിഫിക്കറ്റ് തരൂ. എല്ലാം കൂടി ഒരു 3 ദിവസം എടുക്കും. നമസ്കാരം സർ. നമസ്കാരം. ജോണിക്കുട്ടിയോട് ഞാൻ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് വരാനല്ലേ? അതെ സർ. പിന്നെന്തിനാ ഇപ്പൊ വന്നത്? അല്ല, സർട്ടിഫിക്കറ്റ് നേരത്തെ ശരിയായോ എന്നൊന്ന് ചോദിക്കാന്ന് കരുതി. സർട്ടിഫിക്കറ്റ് അങ്ങനെ നേരത്തെ ശരിയാവില്ല. ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. അതിനു മുൻപേ സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യം ഞങ്ങൾക്കില്ല. മനസ്സിലായോ? മനസ്സിലായി. ജോണിക്കുട്ടി, ആ ഇനി 7 ദിവസത്തിന് മുമ്പേ വന്ന് വെറുതെ എന്റെ സമയം കളയരുത്. സമയത്തിന് ഒരുപാട് വിലയുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 3 ദിവസം കഴിഞ്ഞ് സുദർശനം വന്നാ മതി. ശരി. നമസ്കാരം സാർ. നമസ്കാരം. ജോണിക്കുട്ടിയോട് പറഞ്ഞതല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 7 ദിവസം എടുക്കുമെന്ന്? പിന്നെന്തിനാ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരുന്നത്? അയാൾ വെറുതെ വരുന്നത് സാർ, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല. ഇയാളോ? ഇതൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയാ. അപേക്ഷ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞു വരും. നാളെയോ മറ്റന്നാളോ ഞാൻ സ്ഥലം പരിശോധിക്കാൻ വരുന്നുണ്ട്. പേരും വിലാസവും ഒക്കെ കൃത്യമായിട്ട് എഴുതി കൊടുത്തിരിക്കണം. കൊടുത്തു സർ. സുദർശൻ രാമൻ എന്നാണ് പേര്. മൃഗാശുപത്രിയുടെ തെക്കുവശത്താണ് താമസം. സുദർശൻ രാമൻ എന്താ ജോലി? ഞാനൊരു ബൈക്ക് മെക്കാനിക്കാണ് സർ. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ പരിപാടിയുണ്ട്. എനിക്കറിയാം സുദർശൻ രാമന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അതെ സർ. അപ്പോ വളരെ അത്യാവശ്യമായിരിക്കുമല്ലോ. അതെ സർ. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റിന് 3 ദിവസം കാത്തിരിക്കാൻ പറ്റുമോ? വേറെ വഴിയില്ല സർ. വേറെ വഴിയുണ്ട്. സുദർശൻ ഒരു 5 മണിയാകുമ്പോ ഇങ്ങോട്ട് വരണം. ഇന്ന് തന്നെ വരാം സർ. ഇന്നോ? ഇന്ന് എങ്ങനെ കൊടുക്കും സാർ? കൊടുക്കുന്നത് ഞാനല്ലേ, എങ്ങനെയും കൊടുത്തോളാം. അല്ല സാർ, സ്ഥലപരിശോധന ഇല്ലാതെ. ഈ കേസിൽ സ്ഥലപരിശോധനയുടെ ആവശ്യമില്ല സ്വയംപ്രഭേ. ഈ സുദർശൻ രാമനെ എനിക്ക് അത്ര വിശ്വാസമല്ലേ. ജീവിതത്തിൽ ആരെയും പറ്റിക്കുകയോ കള്ളം പറയുകയോ ചെയ്യാത്ത ഒരാളാണ് ഈ നിൽക്കുന്ന സുദർശനൻ. അപ്പൊ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എന്താ അല്ലേ? കയ്യിൽ പൈസ എത്രയുണ്ട്? ഒരു 10-200 രൂപ കാണും സർ. അത് പോരല്ലോ. 5 മണിക്ക് വരുമ്പോ ഒരു 2000 രൂപ കൊണ്ടുവരണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് 2000 രൂപയോ? കൈവശാവകാശ സർട്ടിഫിക്കറ്റിനാണോ വേറെന്തെങ്കിലും സർട്ടിഫിക്കറ്റിനാണോ എന്നൊക്കെ വൈകിട്ട് വരുമ്പോ പറയാം. 5 മണിയാകുമ്പോ 2000 രൂപയുമായിട്ട് വന്നാൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോകാം. 2000 കൂടുതലാ സാറേ. ഒട്ടും കൂടുതലല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം പുറത്താരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ ഈ ജന്മം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല, ലോൺ എടുക്കുകയുമില്ല, വർക്ക്ഷോപ്പ് തുടങ്ങാനും പറ്റുകയില്ല. മനസ്സിലായോ? സർ. വിട്ടോ വിട്ടോ. സാർ, ഇതെന്തൊക്കെയാണ്? സാറും കൈക്കൂലി വാങ്ങി തുടങ്ങിയോ? ഞാൻ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ വൈകുന്നേരം മനസ്സിലാവും. എന്നാലും സാർ ഇത്രക്കാരനാണെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾ കരുതുന്നതിനേക്കാളൊക്കെ ഭയങ്കരനാണ് ഞാൻ. ഭയങ്കരൻ. സാർ, സുദർശന്റെ അപേക്ഷ അതവിടെ ഇരിക്കട്ടെ. അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ വൈകിട്ട് വരാൻ പറഞ്ഞത്? അത് വൈകിട്ട് അറിഞ്ഞാ മതി. കളി മോഹനകൃഷ്ണനോട്. ഇതെന്താ പ്രഭേ, നീർക്ക് വെട്ടായോ? ഇതിലെന്തോ ഉണ്ട് കാഞ്ചന സാറേ. ആ, എന്തായാലും വൈകിട്ട് അറിയാലോ. ഹലോ, അമ്മേ, ഞാനാ. എന്താ മോനേട്ടാ? രാവിലെ നീ എന്താ പറഞ്ഞത്?
യാതൊരു കാര്യത്തിലും സഹായിക്കാത്തൊരു ഭർത്താവാണ് ഞാനെന്ന്. അങ്ങനെയല്ല എന്ന് ഞാനിത് തെളിയിക്കും. മനസ്സിലായില്ല. നീ കോടതി പോയിട്ട് എപ്പോ വരും? ഞാനിപ്പോ ഇറങ്ങുക. വൈകിട്ട് ഒരു 4 മണിക്ക് തിരിച്ചു വരും. ഞാൻ വരുമ്പോ ഒരു 5:30 ആവും. ഞാൻ എത്തിക്കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും എന്റെ സാമർഥ്യം എന്താണെന്ന്. എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഭാമേ, നിന്നെ പലർക്കും പറ്റിക്കാൻ പറ്റും. കാരണം നീ ഒരു വെറും വൈക്കോലാണ്. എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ബാക്കി വൈകിട്ട്. ഹലോ, ഇതെന്താ ഇങ്ങനെ? കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. സാർ, മണി 5 ആണോ? നിങ്ങൾക്ക് ഇറങ്ങാൻ നേരമായി അല്ലേ? അതല്ല സാർ, സാർ ആ സുദർശനോട് 5 മണിക്ക് വരാൻ പറഞ്ഞില്ലായിരുന്നോ? സുദർശൻ എത്തിയോ? ഉവ്വ് സാർ. സാർ, സാറ് സത്യമായിട്ടും കൈക്കൂലി വാങ്ങാൻ പോവാണോ? എന്തേ, കാഞ്ചനയ്ക്കും വേണോ ഒരു പങ്ക്? കാഞ്ചന ചെല്ല്, ഞാൻ വരുന്നു. ആഹാ, സുദർശൻ കൃത്യസമയത്ത് വന്നല്ലോ. ആളുകൾ ഇങ്ങനെ വേണം. ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സുദർശൻ എല്ലാ കാര്യങ്ങളിലും ഈ കൃത്യനിഷ്ഠ പാലിക്കാറുണ്ടോ? ഉണ്ട് സർ. ഞാൻ ഒരു 2000 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ട് സർ. ഇത് വിജിലൻസ് സാർ തന്നൊന്നുമല്ലല്ലോ. വിജിലൻസോ? ആയിരിക്കില്ല. സുദർശൻ അങ്ങനെ ഒന്നും ചെയ്തൊരാളല്ല. പിന്നെ സുദർശ, ഈ കൃത്യനിഷ്ഠ സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പൈസയുടെ കാര്യത്തിലും ഉണ്ട് എന്ന് എനിക്കിപ്പോ മനസ്സിലായി. എല്ലാവരുടെയും കാര്യത്തിൽ സുദർശൻ ഈ കൃത്യനിഷ്ഠ പാലിക്കാറുണ്ടോ? ഉണ്ട് സർ. സുദർശൻ ലോൺ എടുത്ത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോ അവിടെ ബൈക്ക് നന്നാക്കാനായി ധാരാളം ആളുകൾ വരുമായിരിക്കും അല്ലേ? ഉവ്വ്. അവരാരെങ്കിലും ബൈക്ക് നന്നാക്കിയിട്ട് കാശ് തരാതെ പോയാൽ സുദർശൻ എന്ത് ചെയ്യും? കാശ് തരാണ്ട് ബൈക്ക് കൊടുക്കില്ലല്ലോ സർ. അത് ശരിയാ. കാശ് വാങ്ങാതെ നമ്മൾ അങ്ങനെ ഒരു സേവനം ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ 2000 രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയത്. ഞാൻ സർട്ടിഫിക്കറ്റ് തന്നു കഴിയുമ്പോ സുദർശൻ കാശ് തരാതെ ഇറങ്ങി ഓടിക്കളഞ്ഞാലോ? കാഞ്ചനെ, സ്വയംപ്രഭേ, ഇന്നലൊരു സംഭവം ഉണ്ടായി. എന്റെ ഭാര്യ ഭാമയെ നിങ്ങൾക്കറിയാലോ. അറിയാം സർ. സുദർശനും അറിയും. അഡ്വക്കേറ്റ് സത്യഭാമ. സത്യഭാമ വക്കീല് സുദർശന്റെ ഒരു കേസ് വാദിച്ചു. 2000 രൂപയായിരുന്നു പ്രതിഫലം പറഞ്ഞിരുന്നത്. ഇന്നലെ കേസ് ജയിച്ച് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ സുദർശനൻ പറഞ്ഞ 2000 രൂപ വക്കീലിന് കൊടുക്കാതെ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞതല്ല സർ. നീ എന്താ കരുതിയത്? ഒരു പെൺവക്കീലാണെന്ന് കരുതി പറ്റിക്കാമെന്നോ? അഡ്വക്കേറ്റ് സത്യഭാമ വില്ലേജ് ഓഫീസർ കെ മോഹനേഷിന്റെ ഭാര്യയാണെന്ന കാര്യം നിനക്ക് അറിയാതെ പോയി. എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിന്റെ കാര്യം നടന്നു കഴിഞ്ഞപ്പോ നീ ഇറങ്ങി ഒളിച്ചോടി കളഞ്ഞു. സർ, പറയട്ടെ. ഇവിടെ നിന്ന് രാവിലെ എന്നോട് സുദർശൻ രാമൻ എന്ന പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ആളെ മനസ്സിലായത്. അതുകൊണ്ടാണ് തന്ത്രത്തിൽ ഇവൻ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. രാവിലെ ഇവന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ ഞാനത് പിടിച്ചു വാങ്ങി പറഞ്ഞു വിട്ടാനെ. പക്ഷെ അപ്പൊ ഇവന്റെ കയ്യിൽ കാശില്ലായിരുന്നു. തന്ത്രത്തിൽ ഇവനെ കൊണ്ട് പൈസ വരുത്തിയത് അതിനായിരുന്നു. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഇറങ്ങിപ്പോ നോക്ക്. സാർ, ഞാൻ പറയട്ടെ. നിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ വഴിയേ ആലോചിക്കാം. ഞാൻ സർട്ടിഫിക്കറ്റ് തന്ന് അതിന്റെ പേരിൽ നീ ലോൺ എടുത്താൽ ലോൺ നീ തിരിച്ചടച്ചില്ലെങ്കിലോ? ബാങ്കുകാരെ പറ്റിച്ച് നീ ഓടിക്കളഞ്ഞാലോ? അതുമല്ല, ലോൺ എടുത്ത് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ വരുന്ന സ്കൂട്ടറുകളെ നീ എടുത്ത് ഓടിക്കളഞ്ഞാലോ? നീ എന്ന് ബിസിനസ് തുടങ്ങണമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇറങ്ങ്.
സാറേ ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ ഇറങ്ങണം. ഇറങ്ങാ. ഇറങ്ങാ. ഇറങ്ങ് സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇറങ്ങ്. ഈ ഏരിയ കണ്ടുവരൂ. എങ്ങനെയുണ്ട് കാഞ്ചനയുടെ ബുദ്ധി? മോഹനകൃഷ്ണൻ സാറിനെ സമ്മതിച്ചു. അത് കാഞ്ഞ ബുദ്ധിയായിപ്പോയി. സാറ് കൈക്കൂലി വാങ്ങുന്നോർത്ത് പേടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. അങ്ങനെ പറയരുത്. ഞാൻ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയെന്നറിഞ്ഞാൽ നിങ്ങൾ പേടിക്കുകയല്ല, സന്തോഷിക്കുകയാണ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വാങ്ങാമല്ലോ. ചിരിക്കണ്ട. വില്ലേജ് നേരത്തെ ആണല്ലോ. ശബ്ദം കേട്ടാലറിയാം കാര്യമായി എന്തോ വന്ന് പഠിച്ചിട്ടുണ്ട്. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 1.5 മണിക്കൂറായി. മോഹനട്ട് വരുമ്പോ ഒരു ഉഗ്രം വാർത്തയുണ്ടെന്ന് പറഞ്ഞു. പറയാം. ഞാൻ രാവിലെ ഇവിടെ ഇറങ്ങാൻ നേരം നീ ഒരു ഡയലോഗ് പറഞ്ഞു. ഭാര്യമാരെ പറ്റിക്കുന്നവരെ കണ്ടുപിടിച്ച് അവന്മാർക്കിട്ടുന്ന് പൊട്ടിക്കുന്നവരാണ് യഥാർത്ഥ ഭർത്താക്കന്മാരെന്ന്. നിന്നെ പറ്റിച്ച സുദർശൻ രാമനെ ഞാൻ പോയി തല്ലണമെന്നായിരുന്നു നീ ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ഗാന്ധിയനായ എനിക്ക് അങ്ങനെ ആരെയും തല്ലാൻ പറ്റില്ലല്ലോ. എങ്കിലും നിന്നെ പറ്റിച്ച സുദർശൻ രാമനെ കണ്ടുപിടിച്ച് അവൻ തരാനുള്ള 2000 രൂപ ഞാൻ വാങ്ങിയെടുത്തു. എന്താ നീ അന്തം വിട്ട് നോക്കുന്നത്? എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് നീ കരുതി. ഈ മോഹനകൃഷ്ണൻ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. പിടിക്ക്. ഇതാര് തന്ന പൈസയാന്ന് പറഞ്ഞേ? സുദർശൻ രാമൻ. സുദർശൻ എനിക്ക് ധാരാളം പൈസ തന്നല്ലോ. രാവിലെ മോഹനട്ടൻ ഫോൺ വിളിച്ചതിന് തൊട്ടു പിന്നാലെ സുദർശൻ ഇവിടെ വന്നിരുന്നു. ആ, ഇതാര് സുദർശനോ? താനെന്തായാലും ആള് കൊള്ളാം. വക്കീൽ ഒരു അബദ്ധം പറ്റി. ഒന്നും പറയണ്ട. ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആരോടും ഒന്നും പറയാതെ ഒരൊറ്റ പോക്ക്. താൻ കാശ് തരാതെ രക്ഷപ്പെടാൻ നോക്കിയാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല വക്കീലെ, അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ എന്റെ ഇളയച്ചനെ കണ്ടു. അടുത്ത ജംഗ്ഷനിൽ ഒന്ന് വിടാവോന്ന് ചോദിച്ചപ്പോ ഞാൻ സ്കൂട്ടറിൽ ഇളയച്ചനെ അവിടെ കൊണ്ടുവന്നാക്കി. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. സുദർശന്റെ മൊബൈൽ എവിടെയായിരുന്നു? കോടതിയിൽ കയറേണ്ടി വന്നതുകൊണ്ട് മൊബൈൽ എടുത്തതേ ഇല്ല. ഞാൻ വൈകിട്ട് സുദർശന്റെ വീട്ടിൽ വന്നിരുന്നു. അത് ഞാൻ വന്നപ്പോ രാത്രിയായി. ഇന്ന് രാവിലെ 1-2 വേറെ തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പൈസയും കൊണ്ട് നേരെ ഇങ്ങ് വരികയായിരുന്നു. ഇതാ 2000 രൂപയുണ്ട്. അപ്പൊ പിന്നെ മോഹനട്ടൻ ഇത് ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയത്? പറ, ആള് മാറിപ്പോയോ? ആള് മാറിപ്പോയതല്ല, എന്റെ തന്ത്രം ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാ. അവൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് വന്നപ്പോ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 2000 രൂപ തരണമെന്ന് പറഞ്ഞ് വിരട്ടി. അവൻ കാശ് കൊണ്ടുവന്നു. കാശ് പിടിച്ചു വാങ്ങിട്ട് നിന്നെ പറ്റിച്ചിരി 4 ചീത്തയും വിളിച്ചു. എന്നിട്ട് എനിക്ക് കാശ് തന്ന സുദർശൻ പറഞ്ഞില്ലേ? പറയണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. ഞാൻ സമ്മതിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് നീ അവനെ കാണുമ്പോ പിടിക്ക്, ഈ കാശ് തിരിച്ചു കൊടുത്താൽ മതി. ഞാൻ കാശ് വേണ്ടി ചെന്നാൽ അവൻ ചിലപ്പോ വല്ലതും പറയും. അപ്പൊ ഞാൻ ചെന്നാലും പറയില്ലേ? നീ അവന്റെ വക്കീലാണല്ലോ. വക്കീലിനെ കക്ഷി ഒരിക്കലും ചീത്ത വിളിക്കില്ല. അപ്പൊ ആണത്തം തെളിയിക്കാൻ പോയി ആപ്പിലായല്ലേ? ഇച്ചിരി കഷ്ടം. ഭാര്യയ്ക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുക എന്ന ഒരു ശരാശരി ഭർത്താവിന്റെ കടമയാണ് മോഹനകൃഷ്ണൻ ചെയ്തു തീർത്തത്. പക്ഷേ തീർത്തും ശുദ്ധമായ ഉദ്ദേശത്തോടെ ചെയ്തു വെച്ച ആ നന്മയ്ക്കുണ്ടായ ഫലം തലതിരിഞ്ഞതായി പോയി. സാരമില്ല, മോഹനകൃഷ്ണന് ഇതൊന്നും പുത്തരിയല്ലല്ലോ. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും പുതിയ സാഹസങ്ങളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.